ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രൈസിങ് മെത്തേഡ്സ് ഓർ സ്ട്രാറ്റജീസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ്ലി കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്ങിൽ തന്നെ കോസ്റ്റ് പ്ലസ് മെത്തേഡുണ്ട്, കൺവേർഷൻ കോസ്റ്റ് മെത്തേഡുണ്ട്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡുണ്ട്, മാർജിനൽ കോസ്റ്റ് മെത്തേഡുണ്ട്. അതിലെ കോസ്റ്റ് പ്ലസ് മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ കുറച്ച് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് വിൽക്കുന്നു. സാധാരണ എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡാണ് കൺവേർഷൻ കോസ്റ്റ് മെത്തേഡ്. നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അത് വിൽക്കാൻ പാകത്തിന് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കാനായിട്ട് ആ ഒരു കൺവേർഷൻ, റോ മെറ്റീരിയൽസ് ഫൈനൽ പ്രൊഡക്റ്റിലോട്ട് കൺവേർട്ട് ആക്കാൻ എത്ര രൂപ ചിലവാകുന്നു, ആ ചിലവ് പ്ലസ് ഒരു സർട്ടിൻ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന രീതിയാണ് കൺവേർഷൻ കോസ്റ്റ് മെത്തേഡ്. This method is based on the idea that materials do not earn any profit, but profits are related to services performed. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്, സർവീസസ്, ആ ഒരു മെറ്റീരിയൽ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സർവീസസുകളാണ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് കസ്റ്റമറിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളാണ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. സോ നമ്മൾ മെറ്റീരിയലിൻ്റെ ആ ഒരു വാങ്ങാനുള്ള ചിലവിന്മേലല്ല പൈസ ഈടാക്കേണ്ടത്, ഈ ഒരു കൺവേർഷൻ പ്രോസസ്സിന്മേലാണ്. അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പ്രൈസ് ചാർജ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു മെത്തേഡ് പറയുന്നത്. ആസ് കൺവേർഷൻ കോസ്റ്റ് ഈസ് മോർ കൺട്രോളബിൾ, ഫ്ലക്ച്വേഷൻസ് ഇൻ പ്രൊഡക്റ്റ് പ്രൈസസ് ക്യാൻ ബി അവോയ്ഡ് യൂസിങ് ദിസ് പ്രൈസിങ് മെത്തേഡ്. കൺവേർഷൻ കോസ്റ്റ് കൂടുതൽ കൺട്രോളബിൾ ആണ്. എന്തുകൊണ്ടാണ് കൺട്രോളബിൾ ആണെന്ന് പറയുന്നത്? നമ്മൾ റോ മെറ്റീരിയൽ ഫൈനൽ ഔട്ട്പുട്ട് ആക്കുന്ന ആ ഒരു കൺവേർഷൻ പ്രോസസ്സ് അത് ബിസിനസ്സിൻ്റെ കയ്യിലാണ്. അത് എത്ര രൂപയ്ക്ക് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ബിസിനസ്സിനറിയാം. അതുപോലെ തന്നെ അത് ഒരു പരിധി വരെ അത് മാറത്തുമില്ല, അത് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം ഡെയിലി ചെയ്യുന്ന പ്രോസസ്സാണ്. അതിന് എത്ര രൂപ ചിലവാകും എന്നുള്ളത് അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് വരാത്തിടത്തോളം കാലം അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, കൺട്രോളബിൾ ആയിരിക്കും. സോ അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യുമ്പം ആ ഒരു പ്രൈസും സ്റ്റേബിൾ ആയിരിക്കും. ഫ്ലക്ച്വേഷൻസ് ഇൻ പ്രൊഡക്റ്റ് പ്രൈസസ് നമുക്ക് കൺവേർഷൻ കോസ്റ്റ് മെത്തേഡിലൂടെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ്സ് കൺസിഡർ എ കമ്പനി ദാറ്റ് മാനുഫാക്ചേഴ്സ് വുഡൻ ഫർണിച്ചർ. ദ കൺവേർഷൻ പ്രോസസ് ഇൻവോൾവ്സ് സെവറൽ സ്റ്റെപ്സ് സച്ച് എസ് കട്ടിംഗ്, ഷേപ്പിംഗ്, അസംബ്ലിംഗ്, ഫിനിഷിംഗ്, പാക്കിംഗ് ദ റോ മെറ്റീരിയൽസ് ഇൻ ടു ഫൈനൽ പ്രൊഡക്ട്സ്. ഓക്കെ, ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ഒരു തടിക്കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് ഫർണിച്ചർ ആക്കാൻ വേണ്ടി ഒരുപാട് പ്രോസസ്സുണ്ട്. അത് കട്ട് ചെയ്യണം, ഷേപ്പ് ചെയ്യണം, അസംബിൾ ചെയ്യണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഓക്കെ, ലെറ്റ്സ് സേ ദ ടോട്ടൽ കൺവേർഷൻ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് 100 ചെയേഴ്സ് എമൗണ്ട് ടു ₹10,000. അപ്പം ഇങ്ങനെയുള്ള ഈ ഓരോ പ്രോസസ്സിലൂടെയും കടന്നുപോയി ഒരു തടിക്കഷ്ണം ഒരു ചെയർ ആകാൻ വേണ്ടി, ഓക്കെ, ടോട്ടൽ 100 ചെയേഴ്സാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തത്. അതിനു വേണ്ടി ആ ഒരു കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു കോസ്റ്റ്, തടിയുടെ വിലയില്ല, ആ ഒരു ഷേപ്പ് ചെയ്യാനും അസംബിൾ ചെയ്യാനും പെയിൻ്റ് അടിക്കാനും ഒക്കെയുള്ള ചിലവെല്ലാം കൂടെ $10,000 ആണ്. ഓക്കെ, ടു അപ്ലൈ ദ കൺവേർഷൻ കോസ്റ്റ് മെത്തേഡ് ദ കമ്പനി വുഡ് ഡിവൈഡ് ടോട്ടൽ കൺവേർഷൻ കോസ്റ്റ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ടു ഡിറ്റർമൈൻ ദ കൺവേർഷൻ കോസ്റ്റ് പെർ യൂണിറ്റ്. നമുക്ക് മൊത്തത്തിലാണ് കൺവേർഷൻ കോസ്റ്റ് തന്നിരിക്കുന്നത് $10,000. അപ്പം നമ്മൾ പെർ യൂണിറ്റ് കൺവേർഷൻ കോസ്റ്റ്, ഒരു ചെയറിന് എത്രയാണ് കൺവേർഷൻ കോസ്റ്റ് എന്ന് കണ്ടുപിടിച്ചു. നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്തു. 10,000 ടോട്ടൽ 100 ചെയർസാണ്. അപ്പോൾ ഒരു ചെയറിന് $100 ആണ് കൺവേർഷൻ കോസ്റ്റ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? വൺസ് ദ കൺവേർഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഡിറ്റർമൈൻഡ്, ദ കമ്പനി വുഡ് ദെൻ ആഡ് എ ഡിസൈർഡ് പ്രോഫിറ്റ് മാർജിൻ ടു സെറ്റ് ദ സെല്ലിംഗ് പ്രൈസ്. ഫോർ എക്സാമ്പിൾ, ഇഫ് കമ്പനി വാണ്ട് ടു അച്ചീവ് 30% പ്രോഫിറ്റ് മാർജിൻ, ദേ ആഡ് $30 ടു ദിസ് $100. ഓക്കെ, അപ്പം നമ്മൾ കൺവേർഷൻ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് വേണ്ടത് അതും കൂടെ ആഡ് ചെയ്താണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിൽ ആ ഒരു ചെയർ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി $100 ആണ് ചിലവായത്. നമുക്ക് 30% പ്രോഫിറ്റ് വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ 100ൻ്റെ 30% 30, രണ്ടും കൂടെ കൂട്ടി 130ക്കാണ് നമ്മൾ ആ ഒരു ചെയർ വിൽക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കൺവേർഷൻ കോസ്റ്റിനെ ബേസ് ചെയ്ത് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന മെത്തേഡാണ് കൺവേർഷൻ കോസ്റ്റ് മെത്തേഡ്. അടുത്ത ഒരു മെത്തേഡാണ് പ്രൈസിങ് മെത്തേഡാണ് മാർജിനൽ കോസ്റ്റ് മെത്തേഡ്. നമ്മൾ അധികം ഡിസ്കസ് ചെയ്യേണ്ട, കഴിഞ്ഞ ചാപ്റ്ററിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത് മാർജിനൽ കോസ്റ്റ് മെത്തേഡാണ്. ആ പോർഷൻസ് എല്ലാം ഈ ഒരു ചാപ്റ്ററിലെ സിലബസിലും വരുന്നുണ്ട്.
എന്താണ് മാർജിനൽ കോസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുള്ള പ്രൈസിങ്, മാർജിനൽ കോസ്റ്റ് മെത്തേഡ് എവിടെയൊക്കെയാണ് സ്യൂട്ടബിൾ ആകുന്നത്. നമ്മൾ അവിടെ പ്രോബ്ലം ചെയ്ത കേസസ് ഒക്കെ തന്നെയാണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ. മാർജിനൽ കോസ്റ്റിംഗ് പ്രൈസിങ് ഈസ് സ്യൂട്ടബിൾ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ന്യൂ മാർക്കറ്റ്, വെൻ എ ഫേം ഈസ് ഹാവിങ് അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി ആൻഡ് വെൻ ദെയർ ഇസ് ഹൈ ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ. എല്ലാത്തിൻ്റെയും പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പം മാർജിനൽ കോസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് മാർജിനൽ കോസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന മെത്തേഡാണ് മാർജിനൽ കോസ്റ്റ് മെത്തേഡ്. മാർജിനൽ കോസ്റ്റിൻ്റെ ബേസിൽ പ്രൈസ് ഫിക്സ് ചെയ്ത വീഡിയോസൊക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞത്. സോ അത് കണ്ട് അതിൻ്റെ ബേസിൽ പഠിക്കുക. അപ്പോൾ ഇത് രണ്ട് മെത്തേഡ്സും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കൺവേർഷൻ കോസ്റ്റ് മെത്തേഡും മാർജിനൽ കോസ്റ്റ് മെത്തേഡും.